പത്തനംതിട്ട SP വിനോദ് കുമാറിനെ സ്ഥലം മാറ്റും. ഹൈക്കോടതി അഭിഭാഷകൻ നൌഷാദ് തോട്ടത്തിൽ പ്രതിയായ പോക്സോ കേസിന്റെ അന്വേഷണത്തിൽ SP വരുത്തിയത് ഗുരുതര വീഴ്ചയെന്ന് ആഭ്യന്തര വകുപ്പിന്റെ കണ്ടെത്തൽ. കേസിൽ വൻ അട്ടിമറി നടന്നെന്ന് DIG റിപ്പോർട്ടിലും പറയുന്നു. പത്തനംതിട്ട ആറന്മുള SHOമാർക്കും വീഴ്ചയുണ്ടായി. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, പത്തനംതിട്ടയിലെ 17-കാരി പോക്സോ കേസിന് ഇരയായ അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച പോലീസിന് സംഭവിച്ചു എന്നുള്ളതാണ് കണ്ടെത്തൽ. ഇത് സംബന്ധിച്ചിട്ടുള്ള 3 റിപ്പോർട്ടുകളാണ് DIG അജിത ബീഗം ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരിക്കുന്നത്. നേരത്തെ കോന്നി പോലീസാണ് ഈ കേസ് ആദ്യം രജിസ്റ്റർ ചെയ്തത്. കോന്നി പോലീസിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണ വീഴ്ച സംഭവിച്ചു എന്ന കണ്ടെത്തലിൽ കോന്നി DYSP ആയിരുന്ന രാജപ്പൻ റാവുത്തർ, SHO ശ്രീജിത്ത് എന്നിവരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ വീണ്ടും അന്വേഷണം നടത്തിയപ്പോഴാണ് ഇത് കോന്നി പോലീസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അന്വേഷണ വീഴ്ചയല്ല, പത്തനംതിട്ട പോലീസിലെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥർ തലത്തിലെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 3 റിപ്പോർട്ടുകൾ DIG അജിത ബീഗം ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരിക്കുന്നത്. ആദ്യ റിപ്പോർട്ടിൽ കോന്നി പോലീസിന് ഉണ്ടായിരിക്കുന്ന വീഴ്ചകളെ സംബന്ധിച്ചാണെങ്കിൽ, രണ്ടാമത്തെ റിപ്പോർട്ടിൽ ആറന്മുള പോലീസിനും ഒപ്പം പത്തനംതിട്ട DYSP, പത്തനംതിട്ട SP എന്നിവർക്ക് സംഭവിച്ചിരിക്കുന്ന വീഴ്ചകളെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഉള്ളത്. ആദ്യ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോന്നി DYSP ആയിരുന്ന രാജപ്പൻ റാവുത്തറിനെയും SHO ശ്രീജിത്ത് എന്നിവരെ നേരത്തെ സസ്പെൻഡ് ചെയ്തത്. ആദ്യം കോന്നി പോലീസ് ഈ കേസ് ലഭിക്കുന്നു. ഈ കേസ് ലഭിച്ചതിന് ശേഷം ഇതിന്റെ അന്വേഷണം സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ നടപടികളിലേക്ക് കടക്കാതെ 3.5 മാസത്തോളം അന്വേഷണം തടസ്സപ്പെടുത്തി. 3.5 മാസത്തിന് ശേഷമാണ് കോന്നി പോലീസ് ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്തത്. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ആ പ്രതിയുടെ പേരുകളോ മറ്റു വിവരങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കാതെയുള്ള ഒരു 0 FIR ആണ് കോന്നി പോലീസിൽ നിന്നും രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് ഇത് ആറന്മുള പോലീസിന് കൈമാറുകയുമായിരുന്നു. ആറന്മുള സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ആറന്മുള പോലീസും ഈ തുടർന്നുള്ള നടപടിയിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്നുള്ളതാണ് കണ്ടെത്തൽ. ആറന്മുള SHO ആയിരുന്ന പ്രവീൺ, ഒപ്പം പത്തനംതിട്ട DYSPയുടെ പരിധിയിലാണ് ആറന്മുള പോലീസ് സ്റ്റേഷൻ ഉള്ളത്. അന്നത്തെ പത്തനംതിട്ട DYSP ആയിരുന്ന ഇന്നത്തെ തിരുവല്ല DYSP ആയ S നന്ദകുമാർ എന്നിവർക്ക് ഈ തുടർന്നുള്ള അന്വേഷണത്തിലും കോന്നി പോലീസിൽ നിന്നും ആറന്മുള പോലീസിലേക്കും ഈ കേസ് കൈമാറിയതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ DIGയുടെ റിപ്പോർട്ടിൽ ഉള്ളത്. ഇതിൻ്റെയെല്ലാം മേൽനോട്ട ചുമതല വഹിക്കേണ്ട SP വിനോദ് കുമാറിനും ഗുരുതര വീഴ്ച സംഭവിച്ചു. ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തുടർച്ചയായി പ്രധാനപ്പെട്ട ചുമതലയിലുള്ള ഉദ്യോഗസ്ഥർക്കെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ചപ്പോൾ അത് കൃത്യമായി മേലുദ്യോഗസ്ഥരെ അറിയിക്കുന്നതിനും ഇതിന്റെ മേൽനോട്ട നടപടികൾ സ്വീകരിക്കുന്നതിലുമെല്ലാം പത്തനംതിട്ട SP ആയ വിനോദ് കുമാറിന് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നുള്ള കണ്ടെത്തലും DIGയുടെ റിപ്പോർട്ടിലുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിനോദ് കുമാറിനെ ഉടൻ സ്ഥലമാറ്റം ഉണ്ടായേക്കുമെന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ പ്രതി നൌഷാദ് തോട്ടത്തിൽ എന്ന ഹൈക്കോടതി അഭിഭാഷകനായ നേരത്തെ UDFന്റെ കാലത്തെ ഗവൺമെന്റ് പ്ലീഡർ ആയിരുന്ന പ്രതിയെ സംരക്ഷിക്കുന്ന ഇടപെടലുകളാണ് സ്വീകരിക്കുന്നത് എന്നുള്ള വാർത്തകൾ വ്യാപകമായി ഈ സംഭവം നടന്നതിന് തൊട്ട് പിന്നാലെ ഉയർന്നു വന്നിരുന്നു. വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഈ പ്രതിയെ പിടികൂടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും പോലീസ് പിടികൂടാതെ രക്ഷപ്പെടുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി നൽകുന്നു. ജാമ്യം ലഭിക്കുന്നതിനുള്ള, ജാമ്യത്തിന് വേണ്ടി അപേക്ഷിക്കുന്നതിനുള്ള പോക്സോ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഗുരുതര വീഴ്ച ഉണ്ടായതിന്റെ പേരിലാണ് പത്തനംതിട്ട SP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം ഉടനെ തന്നെ വരാൻ പോകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളി.